നെക്സ്റ്റ് ടോപ്പിക് ഇസ് CSS ബോക്സ് മോഡൽ. CSS ബോക്സ് മോഡൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു ബോക്സ് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് എന്താണ് HTML എലമെൻ്റ് ഈ ബോക്സിൻ്റെ അകത്തുള്ളതാണ് ഇരിക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും? കണ്ടന്റ് ഉണ്ടാവും, പാഡിങ്, ബോർഡേഴ്സ് ആൻഡ് മാർജിൻസ്. ഇതൊക്കെ എന്താണെന്നുള്ളത് നോക്കാം. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റൽ ഇമേജസ്, അതിനെയാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. പാഡിംഗ് എന്ന് പറയുന്നത് an ഏരിയ അറൗണ്ട് ദ കണ്ടന്റ്. കണ്ടന്റിൻ്റെ പുറത്തുള്ള ആ ഏരിയനെ പറയുന്നതാണ് പാഡിങ്. പാഡിങ് ആൻഡ് ബോർഡർ ഇസ് ഡിഫറെൻറ്റ്. ബോത്ത് പാഡിങ് ആൻഡ് ബോർഡേഴ്സ് ആർ ഡിഫറെൻറ്റ്. ഓക്കെ, പാഡിങ് എന്ന് പറയുന്നത് ആ കണ്ടന്റിനെ കവർ ചെയ്യുന്ന ഏരിയനെയാണ് പാഡിങ് എന്ന് പറയുന്നത്. പാഡിങ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പാരൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ബോർഡർ ആയിട്ടൊന്നും കാണിക്കത്തില്ല, ട്രാൻസ്പാരൻ്റ് ആണ്. ബോർഡർ എന്ന് പറയുന്നത് പാഡിങ് കണ്ടന്റിനെയും കവർ ചെയ്യുന്ന ആ ഏരിയയാണ് ബോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടന്റിനെ കവർ ചെയ്യുന്നതാണ് പാഡിങ്, കണ്ടന്റിനെയും പാഡിങ്ങിനെയും കവർ ചെയ്യുന്നതാണ് ബോർഡർ. സോ വാട്ട് ഇസ് മാർജിൻ? ക്ലിയേഴ്സ് ആൻ ഏരിയ ഔട്ട്സൈഡ് ദ ബോർഡർ. ബോർഡറിനെ കവർ ചെയ്യുന്നതാണ് മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായി കാണും. ഇപ്പോൾ നമുക്കൊരു ബോർഡർ വരുവാണെങ്കിൽ, ഒരു ബോക്സ് വരുവാണെങ്കിൽ എന്താണ് കണ്ടന്റ്, എന്താണ് പാഡിങ്, എന്താണ് ബോർഡർ, എന്താണ് മാർജിൻ എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഞാനിവിടെ div എന്നൊരു ടാഗ് യൂസ് ചെയ്തു. div എന്ന് പറയുന്നത് ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു സെലക്ഷൻ. HTML ഡോക്യുമെൻറ്റിൽ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ സെലക്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് div എന്ന് പറയുന്നത്. ശരിക്കും ഒരു കണ്ടെയ്നർ, ഒരു HTML എലമെൻസിൻ്റെ ഒരു കണ്ടെയ്നറായിട്ട് യൂസ് ചെയ്യുന്നതാണ് div ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഡിവിൻ്റെ അകത്ത് ഞാൻ കളർ റെഡ് എന്ന് കൊടുത്തു, ബോർഡർ 20px ഡോട്ടഡ് ബ്ലൂ എന്ന് കൊടുത്തു, ബാക്ക്ഗ്രൗണ്ട് കളർ ബീക്ക്, പിന്നെ പാഡിങ് 20, മാർജിൻ 20. അപ്പോൾ ഞാൻ div, ദിസ് ഇസ് ഹെഡിങ്. സോ ഈ ഒരു കണ്ടെയ്നർ, ഈ HTML എലമെൻറ്റിൻ്റെ ഒരു കണ്ടെയ്നർ, കാരണം അവിടെ മാത്രമേ വരത്തുള്ളൂ. കളർ റെഡ് കൊടുത്തു. സോ ഇതിൻ്റെ ഫോണ്ട് കളർ എന്ത് വന്നു? റെഡ് വന്നു. ദെൻ ബോർഡർ ഡോട്ടഡ് ബ്ലൂ, 20px ഡോട്ടഡ് ബ്ലൂ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ, അപ്പോൾ അതിൻ്റെ അകത്ത് മാത്രമേ വരത്തുള്ളൂ, അല്ല ഹോൾ ഇത് വരത്തില്ല. ബാക്ക്ഗ്രൗണ്ട് കളർ ബീജ് വന്നു, പാഡിങ് 20px വന്നു, ദെൻ മാർജിൻ 20px. മാർജിൻ ഞാനൊരു 40 കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ താഴോട്ട് വരും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ബോർഡർ കുറച്ചും കൂടെ ഇത് വരണമെന്നുണ്ടെങ്കിൽ അവിടെ കൂട്ടി കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. സോ ഇതിനാണ് CSS ബോക്സ് മോഡൽ എന്ന് പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, കണ്ടന്റ്, പാഡിങ്, ബോർഡർ, ദെൻ മാർജിൻ. ഇവിടെ ഞാൻ വേറെ കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ, കീവേഡ്സും കൂടെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഫോണ്ട് ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏരിയൽ ഉണ്ട്, ടൈംസ് ന്യൂ റോമൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഫോണ്ട് ഫാമിലി ജസ്റ്റ് ഞാൻ ഏരിയൽ എന്ന് കൊടുക്കുകയാണെങ്കിൽ നോക്കാം, ആ ഏരിയൽ ഫോണ്ട് ആയിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ ഫോണ്ട് ഫാമിലി ഉണ്ട്. അതേപോലെ തന്നെ ഫോണ്ട് സൈസ് ഉണ്ട്. ഫോണ്ട് സൈസ് എന്ന് പറയുമ്പം ഞാനൊരു 25px കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇത്രയും പ്രോപ്പർട്ടി എൻ്റെ വാല്യൂസ് ഉണ്ടെന്ന് പറയുവാണേ. കുറച്ചും കൂടെ സൈസ് ഇൻക്രീസ് ചെയ്തു. അതേപോലെ ഫോണ്ട് വെയിറ്റ് ഉണ്ട്. ഫോണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ബോൾഡ് ആക്കുവാണെങ്കിൽ ഉണ്ടാവും
ബോൾഡ്. അതേപോലെ തന്നെ ഫോണ്ട് സ്റ്റൈലുണ്ട്. ഫോണ്ട് സ്റ്റൈൽ ഞാൻ ഇറ്റാലിക് ആക്കുകയാണെങ്കിൽ ഇറ്റാലിക്. ഓക്കെ, അപ്പോൾ ഫോണ്ട് വെയ്റ്റ്, ഫോണ്ട് സ്റ്റൈല്, പിന്നെ ഫോണ്ടല്ല ടെക്സ്റ്റ് ഡെക്കറേഷൻ ഉണ്ട്. ടെക്സ്റ്റ് ഡെക്കറേഷൻ, അണ്ടർലൈൻ ഉണ്ട്. അണ്ടർലൈൻ വരുമ്പോഴത്തേക്കും അവിടെ എന്താവും, അണ്ടർലൈൻ വരും. ഓവർലൈൻ ഉണ്ട്. ഓവർലൈൻ, അതേപോലെ സ്ട്രൈക്ക് ഉണ്ട്. സ്ട്രൈക്സ് വർക്ക് ചെയ്യുന്നില്ല. ഈ സ്ട്രൈക്ക് ത്രൂ അല്ല, ലൈൻ ത്രൂ ആണ്. ലൈൻ സ്ട്രൈക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ശരിക്കും സ്ട്രൈക്ക് ത്രൂവിന് ടെക്സ്റ്റ് ഡെക്കറേഷനിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ലൈൻ ത്രൂ ആണ് യൂസ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ഈ ബോർഡർ വേണമെങ്കിൽ ഡാഷ്ഡും കൊടുക്കാം. ഓക്കെ, ജസ്റ്റിൻ്റെ പിക്സൽ കുറയ്ക്കുകയാണെങ്കിൽ ഒരു 20 കൊടുക്കാം. ഇനി ഫോണ്ട് വേരിയൻ്റ് ഉണ്ട്, അതും കൂടെ പറയാം. ഫോണ്ട് വേരിയൻ്റ് നോർമലും ഉണ്ട്, ഫോണ്ട് വേരിയൻ്റ് സ്മോൾ ക്യാപ്സും ഉണ്ട്. സ്മോൾ ക്യാപ്സ് എല്ലാം ക്യാപിറ്റൽ ലെറ്റർ. നോർമലും ഉണ്ട്. നോർമൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ക്യാപ്സ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ലെറ്റർ വരും. അപ്പം ഞാൻ പറയും, നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തി. ഇവിടെ ഇറ്റാലിക് എന്നുള്ളത് ഞാൻ ഇറ്റാലിക്സ് എന്ന് കൊടുത്തു, സേവ് ചെയ്തു. അപ്പം ഇറ്റാലിക്സ് ആയോ? ഇല്ല. മനസ്സിലാക്കുക, അവിടെ നമ്മൾ ഫോണ്ട് സ്റ്റൈൽ ഇറ്റാലിക്സ് കൊടുത്തിട്ട് വന്നില്ല എന്ന് മനസ്സിലാക്കുക, അവിടെ എന്തോ ഒരു എറർ ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ലൈൻ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും.